സേജ് ഓഫ് സിക്സ് പാത്ത് എന്ന ഹാഗറോമോ ഓട്സുചുക്കി എന്ന ദൈവത്തിൽ നിന്നാണ് ഇവൻ ജനിച്ചത്. ശക്തിയുടെ കണ്ണുകളോടെയല്ല, മറിച്ച് രാഷ്ട്രങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയത്തോടെയാണ്. ബന്ധങ്ങളുടെയും ജീവിതത്തിൻ്റെയും ശാശ്വത ആത്മാവായ ഇളയ സഹോദരൻ. ഒരത്ഭുത പ്രതിഭ എന്നതിലുപരി സ്നേഹം, ഐക്യം, ഇച്ഛാശക്തി എന്നിവയുടെ അചഞ്ചലമായ ശക്തിയാണ് അദ്ദേഹം വഹിച്ചത്. അതുകൊണ്ട് തന്നെ ദ സൺ ഹു ഇൻഹെറിറ്റഡ് ദ സ്ട്രെങ്ത് ഓഫ് ഓൾ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. തൻ്റെ സഹോദരൻ വെറുപ്പിലൂടെ നിയന്ത്രണം നേടിയെടുത്ത് അവൻ ത്യാഗത്തിലൂടെ അനുകമ്പ തിരഞ്ഞെടുത്തു. ഷിനോബിയുടെ തന്നെ ഭാവിയെ പ്രകാശിപ്പിക്കുന്ന ഒരു ഒന്നൊന്നര ജ്വാല. ഇവൻ തന്നെയായിരുന്നു സെഞ്ചു വംശത്തിന്റെ അനശ്വരമായ ഹൃദയമിടിപ്പ്. ഇവൻ തന്നെയായിരുന്നു ഉസുമാക്കിയുടെയും മരിക്കാത്ത ഇച്ഛാശക്തി. ജന്മം കൊണ്ട് ശക്തനായവനല്ല, എന്നാൽ കർമ്മം കൊണ്ടും ആത്മാവ് കൊണ്ടും ഏറ്റവും ശക്തൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു ദ വേൾഡ് ഓഫ് ദ ലെജൻഡ് ആസുര ഓട്സുചുക്കി. ഓക്കെ ഫൈൻ. ആഷുറ ഓട്സുചുക്കി. ഇന്ന് നമ്മൾ ആഷുറയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒറിജിനും അദ്ദേഹത്തിന്റെ ഷിനോബി വേൾഡിൽ ഉണ്ടായിരുന്ന മിത്തൊക്കെ എന്തൊക്കെയാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബ്രദറായിട്ടുള്ള ഇന്ദ്രയും തമ്മിലുള്ള ബ്രദർലി കോൺട്രാസ്റ്റ് എന്തൊക്കെയാണ്, ആഷുറയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ സക്സെഷൻ കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റീഇൻകാർണേഷൻ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു കഥ എന്താണ്, ആസുരയുടെ ലെഗസി എന്താണ്, സിംബോളിസം എന്താണ്, ഇമ്പാക്റ്റ് ഓൺ നാറൂട്ടോ സ്റ്റോറി എന്താണ്, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറു രീതിയിൽ സമ്മറൈസ് രൂപേണ നോക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ആസുരയുടെ ഒറിജിനും കോണ്ടെക്സ്റ്റും നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഫാദർ ഹാഗറോമോ ഓട്സുചുക്കി അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്ത്. ഇദ്ദേഹം കാഗുയ എന്ന് പറയുന്ന ആ ഒരു ഗോഡിന്റെ തന്നെ മകനായിരുന്നു. ഇദ്ദേഹത്തിനായിരുന്നു റിനഗൻ പോസസ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ 2 മക്കളിൽ ഇളയവനായിരുന്നു അസുര ഓട്സുചുക്കി. മൂത്തവന്റെ പേരാണ് ഇന്ദ്ര ഓട്സുചുക്കി. അദ്ദേഹം ഒരു എൽഡർ ബ്രദർ മാത്രമായിരുന്നില്ല, ഒരു പ്രോഡിജിയും ഒരു ജീനിയസും കൂടെ തന്നെയായിരുന്നു. ഇദ്ദേഹം ജനിച്ച എറ നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ പറയുന്നത് പോസ്റ്റ് 10 ടൈൽസ് സീലിംഗ് എന്നാണ്. അതായത് 10 ടൈൽസിൻ്റെ സീലിംഗ് കഴിഞ്ഞുള്ള ആ ഒരു കാലഘട്ടം. സോ ഈ ഒരു ടൈമിൽ ഒരു കീ ഇവൻ്റ് ആണ് ഹാഗറോമോ അല്ലെങ്കിൽ നമ്മുടെ സേജ് ഓഫ് സിക്സ് പാത്ത് തൻ്റെ സക്സസർ അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് മക്കളിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്ന ആ ഒരു പ്രശ്നം. ഇവിടെ വെച്ചാണ് ആ ബ്രദർലി കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് മൂത്ത മകനായിട്ടുള്ള ഇന്ദ്രയാണ് ഹാഗറോമോയുടെ കണ്ണുകൾ പ്രാപ്തമാക്കിയത്. ഒരു തരത്തിൽ റിനഗൻ അല്ല പ്രാപ്തമാക്കിയത്. ഹാഗറോമയുടെ റിനഗൻ്റെ ഏറ്റവും സാമാന്തര അവസ്ഥയിലായിട്ടുള്ള ഷറിംഗനാണ് ഇന്ദ്രയ്ക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ പവർ, പെർസെപ്ഷൻ, ഷറിംഗൻ, കെക്കെഗൻകായ്, മാങ്കെക്യോ, അതിൽ നിന്ന് എവോൾവ് ആയിട്ടുള്ള റിനഗൻ വരെ എത്താനുള്ള എല്ലാ പവറും ഇന്ദ്രയ്ക്കാണ് ലഭിച്ചിരുന്നത്. ഇന്ദ്ര ലിറ്ററലി റെപ്രസെന്റ് ചെയ്തിരുന്നത് ജീനിയസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പവറാണ്. ഓൺ ദ സെയിം ഹാൻഡ് നമ്മുടെ ആഷുരയാണെങ്കിൽ ഹാഗറോമയുടെ ബോഡിയാണ് ഇൻഹെറിറ്റ് ചെയ്തത്. അതായത് സ്റ്റാമിന, വിറ്റാലിറ്റി, ഇമ്മൻസ് ആയിട്ടുള്ള ചക്ര, പിന്നെ എൻഡ്യൂറൻസിനുള്ള എബിലിറ്റി. ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരുന്നത് ബോൺസിനെയാണ്, സ്നേഹത്തിനെയാണ്, ടീം വർക്കിനെയാണ്, സ്ട്രെങ്ത് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ്. ഇന്ദ്രയും അസുരയും ഇന്നും യാനിൻ്റെയും തന്നെ ഒരു സ്പിലിറ്റ് മിറേഴ്സ് ആണെന്ന് പറയാം. അതായത് ഇൻ മൈൻഡ്, ഐസ്, കൺട്രോൾ ആണെങ്കിൽ യാൻ ബോഡി, ലൈഫ്, വിറ്റാലിറ്റി ആണ്. ഇവർ രണ്ടുപേരും കൂടെ റിഫ്ലക്റ്റ് ചെയ്തിരുന്നത് ഹാഗറോമോ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിനെയാണ്. ആസുരയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ദ്രനെ പോലെ നാച്ചുറൽ ജീനിയസ് അല്ലായിരുന്നു. ആസുരയുടെ പവർ ഫുള്ള് കൾട്ടിവേറ്റ് തന്നെ എടുത്തതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസുരയുടെ കോർ ട്രേറ്റ്സിൽ നാറൂട്ടോ ഡേറ്റാ ബുക്ക് പറയുന്നത് ലൈഫ് ഫോഴ്സും ചക്ര പൂളുമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മൻസ് ആയിട്ടുള്ള സ്റ്റാമിന, ഡ്യൂറബിലിറ്റി, നാച്ചുറൽ ഹീലിംഗ് ഫാക്ടർ, ഇതൊക്കെയാണ്. ഈ ഒരു കഴിവുകളൊക്കെയാണ് സെഞ്ചു ക്ലാനിനും ഉസുമാക്കി ക്ലാനിനും കൊടുത്തത്. ഇനി രണ്ടാമത്തെ ആസുരയുടെ കോർ ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ കരിസ്മയും വിൽ പവറുമാണ്. അതെ, കുറെ ഒരു ആൾക്കാരൊക്കെ ഒരു ക്രൗഡ് പുള്ളർ ആയിരുന്നു ആസുര. ലോയൽറ്റി കൊണ്ട് ഒത്തിരിയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് യൂണിറ്റി കൊണ്ടുവരാൻ ആസുരയ്ക്ക് സാധിച്ചു. ഇതിൽ നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ പറയുന്ന ഒരു പവർ ഉണ്ട്, സോഷ്യൽ നിഞ്ചിറ്റ്സു എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പവറാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാഗറോമോ ഓട്സുചുക്കി ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചറിനെ മുൻനിർത്തി ആസുരനെ തന്റെ പിൻഗാമിയായി വെക്കുന്നത്. ഹാഗറോമോ ഓട്സുചുക്കിയുടെ എല്ലാ തരത്തിലുള്ള സ്പിരിറ്റും ഫിസിക്കൽ ആട്രിബ്യൂട്ട്സും എബിലിറ്റിയും ലഭിച്ചത് ആസുരയ്ക്ക് തന്നെയായിരുന്നു. അസുരയുടെ പാരമ്പര്യത്തിൽ വരുന്ന സെഞ്ചുനും ഉസുമാക്കിയിലും കിട്ടിയുള്ള എല്ലാ പവേഴ്സും അസുരയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ലാർജ് സ്കെയിൽ നേച്ചർ ട്രാൻസ്ഫോർമേഷനും പിന്നെ നമ്മുടെ ഹാഷറമയ്ക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ സീലിംഗ് ആൻഡ് സപ്പോർട്ട് ടെക്നിക്സ്, പിന്നെ എംപതി ഡ്രിവൺ ആയിട്ടുള്ള കോമ്പാക്ട് സ്കിൽസ്.
ഇനി നമുക്ക് ആ ഒരു സക്സഷൻ പിൻഗാമിയായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാഗറാമ ഓട്സുസുക്കി ഇന്ദ്രയ്ക്ക് പകരം അസുരനെ സെലക്ട് ചെയ്തപ്പോൾ ഇന്ദ്രയുടെ റെസ്പോൺസ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള റേജും ജലസിയും ഒരു ഹെയ്ട്രഡുമായിരുന്നു. ഈ ഒരു ഹെയ്ട്രഡിന്റെ ഭാരമായിട്ടാണ് അദ്ദേഹം ബാങ്കക്യു ഷെരിങ്കൻ അവേക്കൺ ചെയ്തത്. അന്ന് തൊട്ടാണ് ഇവർ ചിരവൈരികളായി മാറിയത്. ഈ ഇന്ദ്രയുടെ പിൻഗാമികളാണ് നമ്മുടെ സ്വന്തം ഉച്ചീഹ വംശത്തിലുള്ളവര്. ഇപ്പോൾ മനസ്സിലായല്ലോ സെഞ്ചു ഉസുമാഗി വേഴ്സസ് നമ്മുടെ ഈ ഉച്ചീഹയുടെ ആ ഒരു വംശപാരമ്പര്യത്തിന്റെ സ്രോതസ്. ഇനി അസുരയുടെ പാത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കേട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ഐഡിയൽസിൽ ഉറച്ചു വിശ്വസിച്ചു. ടീം വർക്കും ബോണ്ടുമാണ് എല്ലാത്തിനും ഉപരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. ഇതേ പവർ വെച്ച് തന്നെയാണ് ഇന്ദ്രനെ അദ്ദേഹം ഓവർകം ചെയ്തത്. കാലവൈഭവം എന്ന് പറയട്ടെ, ഇവരുടെ മരണത്തോടെ ഇത് നിന്നില്ല. ഒരു തരത്തിൽ അവരുടെ ചക്രയും അയാളുടെ സ്പിരിച്വൽ എസെൻസും ഒക്കെ വീണ്ടും ഒരു സൈക്കിൾ രൂപേണ വന്നുകൊണ്ടേയിരുന്നു. അതിനെയാണ് റീഇൻകാർണേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഇന്ദ്രയ്ക്ക് ഉച്ചിഹയിലും അസുരയ്ക്ക് സെഞ്ചുവിലും ഉസുമാക്കിയിലും മെയിൻലി വന്നു. ഈ പറഞ്ഞ റീഇൻകാർണേഷൻ സൈക്കിളിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹാഷുറാമ സെഞ്ചുവും മാദറ ഉച്ചിഹയും. അതുപോലെ തന്നെ നാറൂട്ടോ ഉസുമാക്കിയും സാസ്കെ ഉച്ചിഹയും. നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ കൺഫേംഡ് ചെയ്തിട്ടുള്ള അസുരയുടെ റീഇൻകാർണേഷൻസ് ആണ് ഹാഷുറാമ സെഞ്ചുവും നാറൂട്ടോ ഉസുമാക്കിയും. ഇന്ദ്ര റീഇൻകാർണേഷൻ ആണ് മാദറയും സാസ്കയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും നാറൂട്ടോയും സാസ്കയും എങ്ങനെയാണ് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള റൈവൽസ് ആയെന്ന്. ഇനി നമുക്ക് അസുരയുടെ ലെഗസി നോക്കുകയാണെങ്കിൽ സെഞ്ചു ക്ലാൻ, ഉസുമാക്കി ക്ലാൻ, ദ വിൽ ഓഫ് ഫയർ, നാറൂട്ടോ ഉസുമാക്കിയുടെ വിജയം, ഇതെല്ലാം ആസുരയുടെ ലെഗസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഓൺ ദ സെയിം ഹാൻഡ് ഇനി നമുക്ക് സിംബോളിസവും മിത്തോളജിയും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആസുരനെ നമുക്ക് അസുരയായിട്ട് കാണാം. അതായത് നമ്മുടെ ഹിന്ദുയിസത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, അസുരാസ് ഒരു തരത്തിൽ ഡെമി ഗോഡ്സിനേക്കാളും പവർഫുൾ ആണ്. അവരെപ്പോഴും ദേവന്മാരുമായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് ഇതിൻ്റെ അകത്തൊരു ഐറണി ഉണ്ട്. അതായത് ഇന്ദ്രൻ ഹിന്ദുയിസത്തിൽ ദേവന്മാരുടെ ദേവനാണ്, അതായത് ദേവന്മാരുടെ മെയിൻ ആയിട്ടുള്ള രാജാവ്. ഇന്ദ്രയും അസുരന്മാരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറോണി വെച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ് ഹിന്ദുയിസത്തിൽ കാണുന്നത്. നാറൂട്ടോ വേൾഡിൽ അസുരയെ പറ്റി അധികമൊന്നും പറയുന്നില്ല. ബാക്ക് സ്റ്റോറി പറയുന്ന തരത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ച് നാറൂട്ടോ സ്റ്റോറിയിലെ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ അസുരയുടെ ഐഡിയോളജി തന്നെയായിരുന്നു ഹാഷറാമയും നാറൂട്ടോനെ വിജയിപ്പിച്ചത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അസുരയുടെ ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ ഹാഷറാമ കൊണോഹ കണ്ടുപിടിക്കുക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അസുരയുടെ റീഇൻകാർണേഷനായിട്ട് നാറൂട്ടോയെ ഹാഷറാമയെ കണക്കാക്കുന്നതും അദ്ദേഹത്തിന്റെ ഇമ്പാക്ട്ഫുൾ സ്റ്റോറിനെസ് ആണ്. സോ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അസുരയാണ് നാറൂട്ടോയുടെ എൻറ്റയർ പ്ലോട്ടിന്റെ ഒരു ഹിഡൻ റൂട്ട്. നാറൂട്ടോ യൂണിവേഴ്സിലെ നാറൂട്ടോനെയാണ് ഹിസ് ഫൈനൽ ആൻഡ് മോസ്റ്റ് കംപ്ലീറ്റ് റീഇൻകാർണേഷൻ എന്ന് നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ അടിവരയിട്ട് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്ക് അസുര ഓട്സുസുക്കി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ അവരുടെ ഓട്സുസുക്കി ക്ലാനിനെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം ഓൾറെഡി പറഞ്ഞല്ലോ ഹോഗറോമ ഓട്സുസുക്കിയുടെ മക്കളാണ് ഇവർ. ഇവരുടെ ക്ലാൻ രീതിയിലുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ദൈവികതയൊന്നും ഇവരുടെ സ്റ്റോറി ലൈൻസിൽ അധികം പ്രതിപാദിക്കുന്നില്ല. അത് നമുക്ക് ഓട്സുസുക്കി ക്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് എനിക്ക് അസുര ഓട്സുസുക്കിയുടെ മാത്രം, ഞാൻ ഇന്ദ്രനെ പറ്റി ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, അസുരയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ഇന്ദ്ര ഓട്സുസുക്കിയാണ്, അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അടുത്ത നാറൂട്ടോ റിലേറ്റഡ് ജുറ്റ്സു എക്സ്പ്ലനേഷൻ ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago